നമസ്കാരം. മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 1993 റിലീസായ മോഹൻലാലിൻ്റെ മായാമയൂരം എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പാലക്കാടാണ് ഇത് ഉള്ളത്. 1993 സിബി മലയിൽ സംവിധാനം ചെയ്ത് തിലകൻ, രേവതി, ശോഭന, മോഹൻലാൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മായാമയൂരം എന്ന സിനിമയുടെ ലൊക്കേഷനാണിത്. ഇത് ഒരു പഴയ നായർ തറവാടാണ്. ഇപ്പോൾ ഇത് നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പല ഭാഗങ്ങളും കേടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. അന്ന് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയത് നമ്മുടെ രഞ്ജിത്താണ്. അന്ന് ഈ ചിത്രം അധികം ശ്രദ്ധിക്കപ്പെടുകയോ വലിയ ഹിറ്റാവുകയോ ഒന്നും ചെയ്തില്ല. മോഹൻലാൽ 2 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരു സിനിമ കൂടിയാണിത്. നരേന്ദ്രൻ അതുപോലെ ഉണ്ണി എന്നീ 2 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരു മനോഹരമായ സിനിമ കൂടിയാണിത്. ഇതിൻ്റെ മനോഹരമായ വരാന്തകളും അതുപോലെ തന്നെ ഇതിൻ്റെ വാസ്തുവിദ്യയും പിന്നെ ഇതിൻ്റെ ജനാലയുടെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന അകത്തളത്തെ കാഴ്ചകളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും അമ്പരപ്പിക്കുന്നതുമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. പൂർണ്ണമായും കേരളീയ വാസ്തു വിദ്യാശൈലിയിൽ നിർമ്മിച്ച ഒരു 4 കെട്ടാണ് ഇത്. ഇതിൻ്റെ മനോഹരമായ തടിപ്പണികളും അതുപോലെ തന്നെ കണ്ടോ, ഇതിൻ്റെ ആ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കണ്ടോ, ചുറ്റും മരങ്ങളും, ഇതൊക്കെ നമുക്ക് ഒരു ഗ്രഹാതുരത ഉണർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇതിന് ചുറ്റുമുള്ള മറ്റ് ഒരു പറമ്പും പിന്നെ വിശാലമായ പാടശേഖരവും അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് ഈ കൽപ്പടവുകളൊക്കെ ചേർന്നിട്ടുള്ള ഒരു മുകളിലേക്ക് പോകുന്ന ഒരു കൽപ്പടവുകളും അതിനോട് ചേർന്ന ഗേറ്റും, അതുപോലെ ഈ വീടിൻ്റെ ഒരു സൈഡ് ശരിക്കും പാടത്തേക്കാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അതും വളരെ മനോഹരമാണ്. ഇത് വീടിൻ്റെ പുറകുവശമാണ്. പുറകുവശത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കണ്ട മുകളിലെ തട്ട് കണ്ട, മരത്തിൽ പണിത തട്ട്, മരത്തിൽ വളരെ കഷ്ടപ്പെട്ട് പഴയ ആളുകൾ പണിതിട്ടുള്ള തട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് പുറമേ നിന്ന് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്. ഇതിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മുറ്റത്ത് നിന്ന് കാണുമ്പോൾ ഒരു വിഷ്വൽസാണ്. പല വിഷ്വൽസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇതിൻ്റെ മുകളിലുള്ള ഭാഗവും കണ്ട ജനാലകളൊക്കെ തുറന്ന് ഇട്ടിട്ടുണ്ട്. അതുപോലെ മുറ്റത്ത് തന്നെ വലിയൊരു മാവുണ്ട്. ഇതാണ് പുറത്തേക്കുള്ള ആ വാതിൽ. നമ്മുടെ പാടശേഖരത്തിലേക്ക് വ്യൂ വരുന്ന ഒരു ഭാഗം ഇതാണ്. ഇതിലൂടെയാണ് മോഹൻലാൽ പോകുന്ന സീനുകളൊക്കെ, പല സീനുകളും ഇവിടെ ഷൂട്ട് ചെയ്തത്. ഇത് ഈ വീടിനോട് ചേർന്നുള്ള മിറ്റാണ്. അതുപോലെ തന്നെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു കുളമുണ്ട്. കണ്ടോ, നല്ല ഒരു കൽപ്പടവിനോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കുളമുണ്ട്. കുളത്തിൽ വെള്ളമൊക്കെ അധികം വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത്. എന്നിരുന്നാലും കുളത്തിൽ അത്യാവശ്യം മീനുകളുണ്ട്. കുളത്തിൻ്റെ ചുറ്റും ഇത് മനോഹരമായ രീതിയിൽ തന്നെ പണ്ടത്തെ ആ ശൈലിയിൽ കെട്ടിയിട്ടുണ്ട്. കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. കരിങ്കല്ലല്ല, ചെങ്കല്ല് വെച്ചിട്ടാണ് അവർ ഇത് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ കുളത്തിൽ പല മരങ്ങളും അതുപോലെ പലതും വീണിട്ട് ചെളി പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ കുളം കെടുക്കുന്നത്. എന്നിരുന്നാലും ഇതിൽ അത്യാവശ്യത്തിന് മീനുകൾ ഉണ്ട്. ആ മീനുകൾ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാം. ഇടയ്ക്ക് വന്നിട്ട് ഇത് വെട്ടി തിരിഞ്ഞ് പോകണമെന്നൊക്കെ നമുക്ക് കാണാം. ഇത് വലിയ വലിയ മീനുകളാണ്.
അവർ ജലത്തിൻ്റെ ഉപരിതലത്തിൽ വന്നിട്ട് ശ്വാസം എടുക്കാൻ ആണ് തോന്നുന്നു. ഇത് കണ്ടോ, ഇതാണ് വീടിൻ്റെ പിറകുവശത്തെ വ്യൂ ആണത്. നമ്മളെ കുളത്തിൻ്റെ അവിടെ നിന്നും വാട്ടർ ടാങ്കിൻ്റെ അവിടെ നിന്നും കയറി വന്നിട്ട് ഉള്ള ആ ഒരു വ്യൂ ആണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു നാലുകെട്ടാണ് ഇത്. നമ്മുടെ വീടിനോട് ചേർന്നുള്ള കിണറാണ്. കിണർ നമുക്ക് കാണാം. കിണറൊക്കെ കാടും പടലും പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. കേട്ടോ, കിണറിൻ്റെ ഉൾഭാഗത്ത് അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി നമ്മൾ ഈ പടിപ്പുരയുടെ അതിലൂടെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ വളരെ വലിയൊരു അമ്പലമുണ്ട്. ഒരു തറവാട്ടമ്പലമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്തായാലും വളരെ മനോഹരമായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അമ്പലമായതിനാലും ആളുകൾ ഇപ്പോഴും പ്രാർത്ഥിക്കാനും വഴിപാടിടാനൊക്കെ വരുന്നുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ മനോഹരമായിട്ട് പരിപാലിച്ച് പോരുന്നുണ്ട്. ഇതിനോട് ചേർന്ന് ഒരു കാവുണ്ട്, നമുക്ക് കാണാവുന്നതാണ്. ഒരു കാവ്, അതുപോലെ ഒരു തറ, ആൽമരം, ചുറ്റും ഒരുപാട് മരങ്ങൾ, വിളക്കി വെക്കാനുള്ളൊരു മണ്ഡപം, ഇതൊക്കെ ഇതിനോട് ചേർന്ന് വരുന്നുണ്ട്. ഇത് നാഗത്തമാരുടെ ഒരു തറ, നാഗദൈവങ്ങൾ കുടിയിരുത്തിയിട്ട് അതിന് ചുറ്റും കമ്പിവേലി മതിൽ ഇതൊക്കെ കെട്ടിയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അവർ സംരക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് പുരാതന രീതിയിൽ നിർമ്മിച്ച് ഓടൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കിയ നല്ല കൊത്തുപണികളും അതുപോലെ നല്ല അലങ്കാരങ്ങളൊക്കെ ഉള്ള ഒരമ്പലം തന്നെയാണ് ഇത്. നായർ തറവാടിൻ്റെ കുടുംബയോഗ അമ്പലമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇവിടെ നിന്നും നമ്മുടെ പാടത്തേക്ക് വളരെ വിശാലമായ ഒരു എൻട്രി ഉണ്ട്. അതുപോലെ ഈ അമ്പലത്തിനോട് ചേർന്നും ഒരു അമ്പലക്കുളം ഉണ്ട് കേട്ടോ. അതാണിപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അമ്പലക്കുളം. ഇതിലും അത്യാവശ്യത്തിന് മീനുകളൊക്കെ ഇതിലും ഉണ്ട്. ഇത് അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ചുറ്റും കരിയിലകളൊക്കെ വീണെടുക്കുന്നുണ്ട്. ഇതിലും തേങ്ങയും അതുപോലെ തെങ്ങും മടലൊക്കെ വീണിട്ട് കെടുക്കുന്നുണ്ട്. ചുറ്റും കുറച്ച് മരങ്ങളൊക്കെ ആയിട്ട് കാട് പിടിച്ച് കെടുക്കുന്നുണ്ട്. കണ്ടോ, അതിനെ ഈ അമ്പലത്തിൻ്റെ അവിടെ നോക്കുമ്പോൾ ആ മറ്റേ പഴയ വീടിൻ്റെ ഭാഗങ്ങൾ കാണുന്നുണ്ടോ. ആ ഇടനാഴികയിലൂടെയാണ് നമ്മൾ കടന്നു വന്നത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, പാടത്തേക്കുള്ള വിശാലമായിട്ടുള്ള ആ ഭാഗം. ഇതാണ് നമ്മുടെ ആ വീട്, പഴയ വീടിൻ്റെ ഭാഗങ്ങളൊന്നുകൂടി കാണിച്ചു തരാമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ മറ്റ് വ്യത്യസ്തമായ കാഴ്ചകളും വീഡിയോകളും ഒക്കെയായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ. ഇതിൻ്റെ കാഴ്ചകൾ നമുക്ക് പറഞ്ഞ് അറിയിക്കാവുന്നതിലും അപ്പുറമാണ്. എന്നിരുന്നാലും ഈ രീതിയിൽ കാഴ്ചകൾ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു.